ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അളവ് ചുരിദാറിൽ നിന്നും എന്തൊക്കെ അളവുകൾ നമുക്ക് എടുക്കണം, അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് വേറൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അതായത് അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നും അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നൊന്നും ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഒരു 90% ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് അളവ് എടുത്തിട്ടാണ്, ബോഡി എന്നുള്ള മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ്. എന്തുകൊണ്ടാണ് അളവ് ചുരിദാർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ 3 റീസൺസ് ഞാൻ പറയാം. അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യുന്നൊരു ഡ്രസ്സാണല്ലോ. അപ്പോൾ നമ്മൾ അലക്കുന്നുണ്ട്, തേക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളെടുക്കുമ്പോഴേക്കും ഈ തുണിയുടെ സ്ട്രക്ചറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഒന്നെങ്കിൽ ചിലത് ചെറിയ രീതിയിലെങ്കിലും ഒരു ചുരുക്കം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ലൂസായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ തുണിയും ഒരുപോലെ അല്ല. നമ്മളിപ്പോൾ അളവിന് കൊടുക്കുന്ന തുണി അല്ലെങ്കിൽ അളവിന് നമുക്ക് തരുന്ന തുണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല സോഫ്റ്റ് കോട്ടൺ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടി തരുന്നത് ചിലപ്പോൾ ഒരു ക്രേപ്പോ അല്ലെങ്കിൽ റയോണോ അതും അല്ലെങ്കിൽ ജോർജറ്റോ പോലെ ഒരു തുണിയായിരിക്കാം. അപ്പോൾ ഓരോ തുണിക്കും ഫാബ്രിക് ഫോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ആ തുണി കിടക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ആ ഫിറ്റിങ്ങിനകത്ത്. അപ്പോൾ അത് നമുക്ക് അളവ് ചുരിദാറിൽ നിന്നും ചെയ്യുമ്പോഴേക്കും കുറച്ച് വ്യത്യാസം വന്നേക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ രീതി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ അളവിന് തന്നിരിക്കുന്ന ഡ്രസ്സിൻ്റെ കട്ടിങ് രീതി. അപ്പോൾ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് ഇതെങ്ങനെയാണോ അതുപോലെ ഒരെണ്ണം റീക്രിയേറ്റ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ, കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച്. അതായത് ഇപ്പോൾ ആൾക്ക് നെക്ക് കുറച്ച് തന്നിരിക്കുന്ന നെക്കിനേക്കാളും കൂടുതലോ കുറവോ ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആക്ച്വൽ ബോഡി മെഷർമെൻറ്റ് അനുസരിച്ചുള്ള കാൽക്കുലേഷനൊന്നും നമുക്കിതിനകത്ത് വരുത്തി കൊടുക്കാൻ പറ്റില്ല. എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കാരണങ്ങളും വിശദീകരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പക്ഷേ ചില സാഹചര്യങ്ങളിൽ അളവ് ചുരിദാർ വെച്ച് ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോൾ കസ്റ്റമർ അതായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യമേ നമ്മൾ തുണി തേച്ച് നല്ല വൃത്തിയായിട്ട് നിവർത്തിയിടുക. ഇത് തന്നെ വലിയൊരു ജോലിയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ. എന്നിട്ട് തേച്ച തുണീനെ ഉള്ളുവശം പുറമേ വരുന്ന പോലെ തിരിച്ചിടണം. സാധാരണ നമ്മൾ കാണാറെന്താ, നേരെ എങ്ങനെയാണോ ഫ്രണ്ട് വശം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ വിരിച്ചിടാറ്. അതിന് പകരം ഇത് ഉള്ളുവശം ലൈനിങ് വരുന്ന ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തയ്യൽ വരുന്ന ഭാഗം തിരിച്ചിടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, നമുക്ക് ഇപ്പോൾ തയ്യൽ തൂമ്പ് 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ചിലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വശം വെച്ച് ചെയ്യുമ്പോൾ ഇതെല്ലാം ചുളുങ്ങി അകത്തിരിക്കും. അപ്പോൾ ഈ എക്സാക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റാതെ പോകും. നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം അളവ് ചുരിദാറിൽ നിന്ന് മറ്റൊരെണ്ണം റെഡിയാക്കുന്നതായിരിക്കും ഈസി എന്ന്. പക്ഷേ ഈ തുണീനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് നമുക്ക് അളവെടുക്കാൻ പാകത്തിന് ഇതൊന്ന് റെഡിയാക്കി വിരിച്ച് നല്ല രീതിയിലാക്കുന്ന ആ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലും ഭേദം അളവെടുത്ത് തയ്ക്കുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ഈ അളവ് ചുരിദാറിൽ നിന്നും ഏതൊക്കെ അളവുകളാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. എൻ്റെതായ രീതിയിൽ ഞാനത് എഴുതുന്നുണ്ട്, പറയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് എഴുതി വെക്കാം. ആദ്യത്തേത് ഷോൾഡറാണ്. അത് കഴിഞ്ഞാൽ ഷോൾഡർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ എന്തോരം തുണി വേണം അത്. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് വേണം, പിന്നെ ആം ഹോളിൻ്റെ റൗണ്ട് വേണം, പിന്നെ അപ്പർ ചെസ്റ്റ് വേണം, ഫുൾ ബസ്റ്റ് വേണം, പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത്ത് വേണം, ഷേപ്പിൻ്റെ റൗണ്ട് വേണം, ഹിപ്പിൻ്റെ ലെങ്ത്ത് വേണം, ഹിപ്പിൻ്റെ റൗണ്ട് വേണം, പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് വേണം, ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് വേണം, പിന്നെന്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം, സ്ലീവിൻ്റെ റൗണ്ട് വേണം, ടോട്ടൽ ലെങ്ത്ത് വേണം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുമ്പോഴത്തേന് സിമ്പിളാണ്. ഏറ്റവും മുകളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരുന്നിടം തൊട്ട് ഏറ്റവും താഴെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരെയുള്ള മെഷർമെൻറ്റ് അത് ആദ്യമേ ഒന്ന് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ലെവലാക്കി സ്ട്രെയിറ്റാക്കി ഷോൾഡറിനെ വെച്ചതിന് ശേഷം ഒരു ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ്, അതായത് ആ സ്ലീവിൻ്റെ അവിടെ വരുന്ന തയ്യൽ തുമ്പ് തൊട്ട് ഇപ്പുറത്തെ തയ്യൽ തുമ്പ് വരെയുള്ള മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ അത് കാണുമ്പോൾ അറിയാം 12 ഇഞ്ചാണ്. ഞാനിവിടെ തയ്യൽ തുമ്പ് അളവെടുക്കുന്നില്ല കേട്ടോ. തയ്യൽ എവിടം വരെയാണോ വരുന്നത് അത് മാത്രം അളവെടുക്കുന്നുള്ളൂ. തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ അളവെടുക്കുമ്പോഴത്തേന് നമ്മൾ ചിലപ്പം നമ്മളൊരു 1/4 ഇഞ്ച് 1 പോയിൻ്റ് എന്നുള്ള രീതിയിലാണല്ലോ അളവെടുക്കാറ്. ചിലരത് 1/2 ഇഞ്ചായിരിക്കും, ചിലരത് 1/4 ഇഞ്ചായിരിക്കും. അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഷോൾഡർ ടു ഷോൾഡർ എന്നുള്ളത് തയ്യൽ തൊട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുന്നത്. നമുക്ക് ഷോൾഡർ വിഡ്ത്ത് മെഷർമെൻറ്റ് നോക്കാം. ഷോൾഡർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഷോൾഡറിൽ അത് എന്തോരം ഉണ്ടോ അതാണ് മെഷർമെൻറ്റ്. ഇവിടെ അത് 2.5 ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഷോൾഡർ ഇപ്പോൾ 12 ഇഞ്ചല്ലേ, 12ൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ 6 ഇഞ്ച്. 6ൽ നിന്ന് ഈ ഷോൾഡർ വിഡ്ത്ത് കുറച്ച് കൊടുത്താൽ മതി. 2.5 ഇഞ്ച് കുറയ്ക്കുമ്പോഴത്തേന് 3.5 ഇഞ്ച് എന്നുള്ളതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ആം ഹോൾ ലെങ്ത് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ
ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്ന് താഴേക്കൊരു സ്കെയിലിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പറ്റുവാണെങ്കിൽ വേറെ സ്കെയിലും കൂടെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താലും മതി. അപ്പോൾ ഇതൊരു എൽ ഷേപ്പിലെടുക്കുക. മേളിൽ നിന്നുള്ള ലൈനും സൈഡിൽ നിന്നുള്ള ലൈനും കറക്റ്റ് എൽ ഷേപ്പിൽ വരുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ലൈൻ സ്ട്രെയിറ്റ് ആയി കിട്ടും, ഷോൾഡറിൻ്റെ ലൈനും സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഈ മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ അത് 6 ഇഞ്ചാണ് വരുന്നത്. തയ്യൽ തുമ്പ് ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ, അല്ലാതെ ഉള്ള മെഷർമെൻറ്റാണ്. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഞാൻ കൂട്ടിയിട്ടില്ല. 6 ഇഞ്ചാണ് വരുന്ന മെഷർമെൻറ്റ്. അപ്പോൾ അത് എഴുതി വെക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട മെഷർമെൻ്റ് ഉണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സാഹചര്യത്തിൽ നമ്മളത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയേക്കാവുന്ന ഒരു മെഷർമെൻ്റാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ എൽ ഷേപ്പ് നമ്മൾ പിടിച്ചല്ലോ, ഈ എൽ ഷേപ്പിൻ്റെ കോർണറിലായിട്ടൊരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കണം. അതായത് ഇത് നമ്മൾ ആം ഹോളിൻ്റെ ആ കേർവ് എങ്ങനെ വരുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു മെഷർമെൻറ്റാണിത്. ചിലരത് 2 വെക്കും, ചിലർ 1.5 ആയിരിക്കും, ചിലർ 1 ആയിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് ആണ് ഓരോ ബോഡി ടൈപ്പ്, നമ്മൾ എന്തോരം ഷോൾഡർ കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടൊക്കെയാണ് ഇത് മാറുന്നത്. ആളത് എത്രയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ തയ്ച്ചതാണെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഇവിടെ അത് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 2 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതും എഴുതി വെക്കാം. ഇനി നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് മെഷർ ചെയ്ത് നോക്കുക. പറയാൻ വിട്ടുപോയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എപ്പോഴും ബാക്ക് സൈഡിൽ നിന്ന് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ബാക്ക് സൈഡിൽ ഇപ്പോൾ എനിക്ക് മെഷർ ചെയ്യുമ്പോഴത്തേനും 9 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടുന്നത്. നമ്മൾ ഫ്രണ്ടിലാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടും. അപ്പോൾ അത് വെച്ച് നമ്മൾ വെട്ടി തയ്ക്കുവാണെങ്കിൽ പണി പാളും. ഏത് മെഷർമെൻറ്റും നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 9 ഇഞ്ച് ആം ഹോൾ റൗണ്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. അല്ലെങ്കിൽ ആം ഹോൾ ലെങ്ത്തിൻ്റെ ലൈനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ വിഡ്ത്ത് എന്തോരം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിൽ പലരും പല രീതിയിലാണല്ലോ മാർക്കിംഗ് ഒക്കെ ചെയ്യാറ്. ചിലർ അപ്പർ ചെസ്റ്റ്, പിന്നെ ഫുൾ ബസ്റ്റ്, വേസ്റ്റ് ഇങ്ങനെ ആയിരിക്കാം മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ചിലർ ഫുൾ ബസ്റ്റ് ആയിരിക്കും അപ്പർ ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. അതറിയണമെന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് എടുത്ത് നോക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അപ്പർ ചെസ്റ്റ് എടുക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 21 ഇഞ്ചാണ്. ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുണീനെ മാർക്ക് ചെയ്യുമ്പോൾ, കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുമ്പോൾ 4 ആക്കിയിട്ടാണല്ലോ മാർക്ക് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഞാൻ നിവർത്തിയിട്ടിരിക്കുന്നത് ക്ലോത്തിനെ 2 ആക്കി, 2 ലെയർ എന്നുള്ള പോലെയല്ലേ. അപ്പോൾ മെഷർമെൻറ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 21 ഇഞ്ച് എടുത്തെങ്കിലും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ പകുതി വേണം, 4/1 അല്ലേ നമ്മൾ ഫുൾ. അപ്പോൾ ഫുള്ള് നോക്കുവാണെങ്കിൽ 21 + 21 42 വരും ഫുൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 21ൻ്റെ നേരെ പകുതി എന്ന് പറഞ്ഞാൽ 10.5 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ ചെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയ കേവ് കൊടുത്തിട്ടുണ്ട് അവർ. ബസ്റ്റിൻ്റെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കേവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കുവാണ് എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ലെങ്ത് എടുക്കുന്നുണ്ട്, പോയിൻ്റ് വരാൻ സാധ്യതയുള്ളൊരു ലെങ്ത്, അതായത് വണ്ണം കൂടിയിട്ടുള്ള ആ ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഷേപ്പ് ഇങ്ങനെ വരച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ഷേപ്പിന് വ്യത്യാസം മെഷർമെൻറ്റിനകത്ത് ഇല്ല. അപ്പോൾ നമുക്കത് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോഴേക്കും അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്ന് ഷേപ്പിൻ്റെ ലെങ്ത്ത്, നമ്മൾ ആ വയറ് വണ്ണം കുറഞ്ഞ ആ ഭാഗത്തേക്കുള്ള ലെങ്ത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ അത് 13.5 ഒന്നെങ്കിൽ നമുക്കത് കാണുമ്പോഴത്തേനും മനസ്സിലാവും, അതും അല്ലെങ്കിൽ നമ്മൾ ഈ ടക്ക് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ടക്കിൻ്റെ ലെങ്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചാലും മതി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ 13.5 ഷേപ്പിൻ്റെ ലെങ്തായിട്ട് വന്നിട്ടുള്ളത്. ഇനി ആ ലെങ്ത്ത് വരുന്നിടത്തെ വിട്ടെടുക്കണം, അവിടുത്തെ വണ്ണം എടുക്കണം. അതും ഈ പറയുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റിച്ച് അവസാനിക്കുന്നിടം വരേക്കുള്ള ആ ഗ്യാപ്പ് എടുത്തേച്ചാൽ മതി. പിന്നെ ടക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ചിലതിനകത്ത് ടക്ക് ഉണ്ടാവും, ചിലതിനകത്ത് ടക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യമേ ടക്ക് ഒഴിവാക്കിയിട്ട് മെഷർ ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡ് വരേക്കും ഒന്ന് മെഷർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ അത് 20 ഇഞ്ചാണ് കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മളത് എഴുതി വെക്കുക, 25 + ടക്ക് എന്നുള്ളത്. അപ്പോൾ ഇനി ടക്ക് എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ ഒരു ടക്കിൻ്റെ സൈഡ് പിടിക്കുമ്പോഴേക്കും അതൊരു 1/4 ഇഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് 1/2 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ടക്കിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ 1/2 ഇഞ്ചാണ്. 4 മടക്കി ഇട്ട് കഴിയുമ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് 1/2 ഇഞ്ച്. മാർക്ക് ചെയ്യുമ്പോൾ നമുക്കത് കാണാം. ഇനി നമ്മൾ ഷോൾഡറിൽ നിന്ന് ഹിപ്പ് വരെ, അതായത് ആ സ്ലിറ്റ് വരെ വരുന്ന മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കണം. ഇവിടെ
ഈ പറയുന്ന പോലെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഒഴിവാക്കി മെഷർമെൻറ്റ് എടുക്കുമ്പോഴേക്കും 20 അരയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ വണ്ണം, ഹിപ്പിൻ്റെ ഇവിടുത്തെ വണ്ണം മെഷർ ചെയ്ത് നോക്കണം. ഒരു സ്ലിറ്റ് വരുന്നിടത്തുനിന്ന് ഇപ്പുറത്തെ സ്ലിറ്റ് വരേക്കുള്ള വീതി എടുത്ത് നോക്കണം. ഇവിടെ അതെന്ന് പറഞ്ഞാൽ ഏകദേശം 22 അര വരുന്നുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഫ്ലെയർ ആണ്. അതായത് ടോപ്പ് അവസാനിക്കുന്നിടത്തെ ഫ്ലെയർ. ചിലർ ഹിപ്പിൻ്റെ അവിടെ ഉള്ള മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് താഴെയും കൊടുത്തിട്ടുണ്ടാവുക. ചിലർക്ക് കസ്റ്റമേഴ്സിന് വീതി വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വീതി കൂട്ടിയും കൊടുക്കാറുണ്ട്. ഇവിടെ അത് 26 ഇഞ്ചാണ് കേട്ടോ. താഴത്തെ ഫ്ലെയർ വന്നിട്ടുള്ളത് 26 ഇഞ്ചാണ്. അപ്പോൾ ഇത്രയും മെഷർമെൻറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാവേ. അപ്പോൾ നല്ല രീതിയിൽ നിവർത്തിയിടുക. ഷോൾഡർ തമ്മിൽ വ്യത്യാസം വരാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തിയിടുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ സെൻറ്ററിൽ വെച്ചിട്ട് അവിടുന്ന് താഴേക്ക് മെഷർമെൻ്റ് എടുത്താലും മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ 5.5 ഇഞ്ചാണ് നെക്ക് വന്നേക്കുന്നത്. ഞാൻ ടോപ്പിനെ തിരിച്ചിട്ടു ഫ്രണ്ട് വശം അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ ഷോൾഡറിൽ നിന്ന് താഴേക്കുള്ള മെഷർമെൻ്റ് എടുത്താലും മതി. ഇനി അതിനേക്കാൾ ഒരു എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ ഓൾറെഡി 5.5 ഇഞ്ച് ബാക്കിൻ്റെ നെക്ക് എടുത്തിട്ടുണ്ടല്ലോ. ആ ബാക്കിൻ്റെ നെക്കിലേക്ക് 5.5 ഇഞ്ച് പ്ലേസ് ചെയ്യുക. പിന്നെ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ അത് 6 ഇഞ്ചാണ്. അപ്പം 5.5 പിന്നെ 1/2 ഇഞ്ച് കൂടെ ചേർത്ത് 6 ഇഞ്ച്. അത് നമുക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക് സൗകര്യാർത്ഥം മെഷർമെൻ്റ് എടുക്കുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 മെഷർമെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒന്ന് സ്ലീവിൻ്റെ റൗണ്ടും പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും. ഇപ്പോൾ ഷോൾഡർ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് വരെയുള്ള മെഷർമെൻറ്റ് ഇവിടെ അത് 13 ഇഞ്ചാണ്. പിന്നെ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നിടം അവിടെ നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് കിട്ടുന്നത് ഒരു 5.25 5.5 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ വക മെഷർമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് നിലവിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കട്ടിങ് അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കട്ടിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.